السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. اتقوا الله عباد. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, إن أول ما يحاسب به العبد يوم القيامة من عمله صلاته. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നാളെ ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ വിചാരണക്കെടുക്കപ്പെടുന്നത് അവന്റെ നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. അതായത് ഫർളായ അവന്റെ നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. فإن صلحت فقد أفلح وأنجح. അതെങ്ങാനും ശരിയാവുകയാണ് എങ്കിൽ, നല്ല രൂപത്തിൽ അവൻ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പായിക്കൊണ്ടുള്ള ദുനിയാവിലെ നൃത്തമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത്. ആ നൃത്തം അവൻ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ, നന്നായി നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ വിജയിച്ചിട്ടുണ്ട്. അതെങ്ങാനും മോശമായിക്കൊണ്ടാണ് അവൻ നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ അവൻ നഷ്ടക്കാരനായി തീരുകയും ചെയ്യുന്നതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വീണ്ടും അവിടുന്ന് പറഞ്ഞു, فإن انتقص من فريضته شيء قال الرب تبارك وتعالى انظروا هل لعبدي من تطوع فيكمل بها ما من انتقص من الفريضة. ഇനി അവന്റെ ഫർദായ നമസ്കാരങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലുമൊക്കെ നിലക്ക് ചില കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയും, എന്താണ് പറയാ, എന്റെ അടിമക്ക് വല്ല സുന്നത്തുകളായ കർമ്മങ്ങളും, അതായത് അവന് നിർബന്ധമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ അവൻ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ടോ അത് ആ ഫർളിൽ കുറവ് സംഭവിച്ചതിന്റെ പേരിൽ ആ ഫർളിലേക്ക് തന്നെ ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ചേർത്തുകൊണ്ട് അതിനെ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പലപ്പോഴും പല ആളുകളും റവാത്തിബ് നമസ്കാരങ്ങൾ, അതായത് ളുഹറിന് മുമ്പ് 4, ശേഷം 2, അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, സുബഹിന്റെ മുമ്പുള്ള 2, ഇങ്ങനെയുള്ള 12 റക്അത്ത് റവാത്തിബ് നമസ്കാരങ്ങൾ പലപ്പോഴും പല ആളുകളും ഒഴിവാക്കാറാണ് പതിവ്. ഫർളായ നമസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഫർളുകളിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും. പലവിധ ചിന്തകളോടുകൂടി നമസ്കരിച്ചിട്ടുണ്ടാവും, പല കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ആ കുറവുകളൊക്കെ നികത്താൻ ഉതകുന്നതാണ് നമ്മുടെ നമസ്കാരങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞു, ഇതുപോലെ തന്നെ ആയിരിക്കും അവന്റെ സമ്പൂർണ്ണമായ മറ്റെല്ലാ കർമ്മങ്ങളും ഇതുപോലെ ആയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുക. ഒരു റിവായത്തിൽ കാണാം, അവന്റെ സകാത്തും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സകാത്ത് നിർബന്ധമായി ചെയ്യേണ്ടുന്ന ബാധ്യതയുണ്ട്. ആ നിർബന്ധ ബാധ്യതയിൽ വല്ല കുറവുകളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ സുന്നത്തായി സ്വതക്കുകൾ കൊടുക്കുന്ന ആളാണെങ്കിൽ, സ്വതക്കുകൾ എപ്പാട് കൊടുക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, അത് മുഖാന്തരം അവന്റെ സകാത്ത് നിർബന്ധ ബാധ്യതകൾ വന്ന ചില പോരായ്മകളൊക്കെ അവന്റെ സ്വതക്കുകൾ കൊണ്ട്, അവന്റെ ഐച്ഛികമായ സ്വതക്കുകൾ കൊണ്ട് പരിഹരിക്കുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. അത് എല്ലാ കാര്യവും അങ്ങനെയാണ്. എല്ലാ ഹക്കുകളായിട്ടുള്ള ഫർളായി നിർബന്ധമായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഔദാര്യമായി അല്ലെങ്കിൽ തതവ്വുആയിക്കൊണ്ട് സുന്നത്തായ നിലയിൽ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടാവും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക ഈ രൂപത്തിലായിരിക്കും. ഫർളുകളിൽ വീഴ്ചകളുണ്ടെങ്കിൽ, സമാനമായ അമലുകളിൽ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതുണ്ടെങ്കിൽ അതിൽ നിന്നും എടുത്തുകൊണ്ട് ആ ഫർദിനെ പൂർത്തീകരിച്ച് അവന് സമ്പൂർണ്ണമായ പ്രതിഫലം നൽകുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം മാറാകട്ടെ. സുബ്ഹാനല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി